ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വിജയത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും അത്യന്താപേക്ഷിതമായ ഒരു കഴിവിനെ കുറിച്ചാണ്. ഇമോഷണൽ സ്ട്രെങ്ത്, അതായത് മനസ്സിന്റെ ശക്തി. ചെറിയ വെല്ലുവിളികൾ വന്നാൽ പോലും ജീവിതത്തിൽ ചിലർ തകർന്നു പോകുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ വലിയ കൊടുങ്കാറ്റുകളെ നേരിട്ടാലും ഉറച്ചു നിൽക്കുന്നു. എന്താണ് അവരുടെ രഹസ്യം എന്നറിയണ്ടേ? അതറിയുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ കൂടുതൽ ഫ്രീ ക്ലാസ്സുകളും ഇൻഫർമേഷൻസും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെയാണ് ഫ്രീ ക്ലാസിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചിലർ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഉറച്ചു നിൽക്കുന്നു. അവരുടെ രഹസ്യം എന്താണെന്ന് അറിയണ്ടേ? അവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വേദന ഇല്ലാത്തത് കൊണ്ടുമല്ല, അവര് വികാരങ്ങളില്ലാത്ത മനുഷ്യരുമല്ല. പക്ഷെ അവരൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ? ജീവിതം എന്ത് നൽകുന്നു എന്നതല്ല പ്രധാനപ്പെട്ടത്, അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഈ കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇമോഷണൽ സ്ട്രെങ്ത് എന്നാൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇമോഷണൽ സ്ട്രെങ്ത് വളർത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിന്റെ ശക്തി വളർത്തിയെടുക്കുന്നത്, വിമർശനങ്ങളെയും പരാജയങ്ങളെയും നമുക്ക് എങ്ങനെ നേരിടാം, ജീവിതത്തിലെ വെല്ലുവിളികളെ വളർച്ചയാക്കി മാറ്റുന്നത് എങ്ങനെ എന്നൊക്കെയാണ്. ശരിക്കും ഈ ഇമോഷണൽ സ്ട്രെങ്ത് എന്നാൽ എന്താണെന്ന് പലർക്കും അറിയില്ല. പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇമോഷണൽ സ്ട്രെങ്ത് എന്നാല് വികാരങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കലാണ് എന്നുള്ളതാണ്. അതായത് പലരും തെറ്റായിട്ടാണ് ഇമോഷണൽ സ്ട്രെങ്തിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ചിലര് കരുതുന്നത് ഞാൻ കരയുന്നില്ല, അതുകൊണ്ട് ഞാൻ ശക്തനാണ് അല്ലെങ്കിൽ ശക്തയാണ് എന്നൊക്കെയാണ്. ഞാൻ വികാരങ്ങളൊന്നും കാണിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ശക്തനാണ് അല്ലെങ്കിൽ ശക്തയാണ് എന്നൊക്കെയാണ് മിക്കവരും കരുതി വെച്ചിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അതാണോ? അല്ല. കരയുന്നത് ഒരു ബലഹീനതയല്ല, വേദനിക്കുന്നതും ഒരു ബലഹീനതയല്ല, നിരാശ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകുന്നതും ഒരു ബലഹീനതയല്ല. പക്ഷെ യഥാർത്ഥ ശക്തി എന്താണ്? വേദന അനുഭവിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. ഭയം ഉണ്ടായിട്ടും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നിരാശ ഉണ്ടായിട്ടും പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളതാണ് ഇമോഷണൽ സ്ട്രെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള കരുത്ത് കാണിക്കുക. ശക്തരായ ആളുകൾക്ക് വികാരങ്ങളില്ല എന്നല്ല, വികാരങ്ങൾ അവരെ നിയന്ത്രിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു സത്യം നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാം: ജീവിതം എല്ലാവരെയും പരീക്ഷിക്കും. നിങ്ങൾ എത്ര നല്ല ആളായാലും ചിലപ്പോൾ ചിലര് നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം, ചിലര് നിങ്ങളെ വിമർശിച്ചേക്കാം, ചിലര് നിങ്ങളെ നിരസിക്കും. ചില സ്വപ്നങ്ങൾ നമ്മുടെ തകർന്നു പോയിട്ടുണ്ടാവും, ചില ബന്ധങ്ങൾ അവസാനിച്ചു പോയിട്ടും ഉണ്ടാകാം. ഇതൊന്നും നിങ്ങളുടെ പരാജയമല്ല, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. രണ്ടാളുകൾക്ക് ഒരേ പ്രശ്നം വരാം. ഒരാൾ ജീവിതകാലം മുഴുവൻ അതിന്റെ ഇരയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും, മറ്റൊരാൾ അതിനെ ഒരു പാഠമാക്കി മാറ്റി വളർന്നുകൊണ്ടേയിരിക്കും. വ്യത്യാസം പ്രശ്നത്തിലല്ല, വ്യത്യാസം പ്രതികരണത്തിലാണ്. ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതല്ല, അവര് ചോദിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കണം എന്നുള്ളതാണ്. ആ പഠനം എൻ്റെ ജീവിതത്തിൽ എനിക്കെങ്ങനെ എൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. ഒരു കഥ പറയാം, ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കഥയാണ്. അതായത് രണ്ടാളുകൾ ഉണ്ടായിരുന്നു. രണ്ടുപേര് അവര് ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു. അവര് സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ തൊട്ടേ ഒരേപോലെ നന്നായിട്ട് പഠിക്കുന്ന നല്ല മിടുക്കന്മാരായിരുന്നു. അവരൊന്നിച്ചു പഠിച്ചു, ഒന്നിച്ചു കളിച്ചു, ഒന്നിച്ചു വളർന്നു. നല്ല മിടുക്കരായിട്ട് പഠിച്ചതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരേ കമ്പനിയിൽ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ജോലി കിട്ടി. ഒരേ പൊസിഷനാണ് രണ്ടുപേർക്കും വന്നത്. അങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരാള് അദ്ദേഹത്തിന് വീട്, കാറ്, കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. മറ്റേയാള് അദ്ദേഹത്തിന്റെ പൈസ ചെറിയ രീതിയിൽ നിക്ഷേപങ്ങളിലേക്കൊക്കെ മാറ്റി. അദ്ദേഹം പെട്ടെന്ന് കാറോ വീടോ അങ്ങനെ EMI വാങ്ങാനൊന്നും നിന്നില്ല. അതിനുശേഷം രണ്ടുപേരുടെയും ജോലി പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ടു. ഒരേ ദിവസം രണ്ടുപേരുടെയും ജോലി നഷ്ടപ്പെട്ടു.
രണ്ടു പേർക്കും ഒരേപോലെ പഠിച്ച് ഒരേപോലെ നല്ലതായിട്ട് ജോലി വാങ്ങിച്ചവരായിരുന്നു. ഒരേ പൊസിഷൻ, ഒരേ രീതിയിലാണ് രണ്ടുപേർക്കും ശമ്പളവും കിട്ടിയിരുന്നത്. ജോലി നഷ്ടപ്പെട്ടത് ഒന്നിച്ചാണ്. ഒരാൾ ചിന്തിച്ചു, ഞാൻ എങ്ങനെ കാറിന്റെ ലോൺ അടിക്കും, വീടിന്റെ ലോൺ അടിക്കും, ഞാൻ തകർന്നു, ഇനി എല്ലാം പോയി എന്ന് വിചാരിച്ചു. മറ്റേയാള് വിചാരിക്കുകയാണ്, ഇനി എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച ആള് മറ്റേ ആളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്കൊരു സംരംഭം തുടങ്ങിയാലോ. അപ്പോ മറ്റേ ആൾ ഇദ്ദേഹത്തോട് ചൂടാവുകയാണ്, നീ എന്താണ് ഈ പറയുന്നത്? ഇത്ര നാള് നമുക്കുണ്ടായിരുന്ന ഒരു വരുമാനം നഷ്ടപ്പെട്ടു, ഇനി നമ്മളെ എങ്ങനെയാണ് സീറോയിൽ നിന്ന് തുടങ്ങി നമ്മൾ പോകുന്നത്? എന്തെല്ലാം കോമ്പറ്റീഷൻസ് ആണ് ഈ ഫീൽഡിലുള്ളതെന്ന് നിനക്കറിയാവോ? എങ്ങനെ ഞാൻ ഇനി എൻ്റെ ലോണും ഇതൊക്കെ അടയ്ക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കും, അപ്പോഴാണ് നിന്റെ ഒരു സംരംഭം എന്ന് പറഞ്ഞു. അപ്പൊ മറ്റേയാൾ പറഞ്ഞു, ഞാൻ എന്തായാലും തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു. പക്ഷേ മറ്റേയാള് മദ്യപാനത്തില് ആശ്രയം തേടി. എന്നിട്ട് സ്ഥിരം മദ്യപിച്ച് സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ചെറിയ രീതിയിൽ സമ്പാദ്യം നിക്ഷേപിച്ചിരുന്ന ആള് ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് അദ്ദേഹം ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് പതുക്കെ പതുക്കെ ഡെവലപ്പായി വന്നു. അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. ഭാവിയിൽ അദ്ദേഹം ഒരു ബില്യണയറായി മാറി. അപ്പോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ മറ്റേയാള് കുടിച്ച് അബോധാവസ്ഥയില് റോഡിൽ കിടക്കുന്ന കണ്ടപ്പോ ധനികനായ കൂട്ടുകാരൻ വണ്ടി നിർത്തി അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി നേരെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റിന് വേണ്ടി സകല ചെലവുകളും താൻ വഹിച്ചോളാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഈ കൂട്ടുകാരൻ വന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ നശിക്കുന്നത്? അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ വീട് ജപ്തിയായി, എൻ്റെ കാറ് CC അടയ്ക്കാതെ അതും കൊണ്ടുപോയി, പിന്നെ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ കമ്പനിയിൽ ഇഷ്ടംപോലെ ഒഴിവുകളുണ്ട്, നിനക്ക് അവിടെ ജോലി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു, നീ എങ്ങനെയാണ് ഇത്ര ഉയർന്ന നിലയിലേക്ക് എത്തിയത്? അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞു, നമ്മൾ പ്രതീക്ഷയോടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക, അത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാമല്ലോ. നമ്മൾ എന്തിനാണ് പുറകിലേക്ക് നോക്കുന്നത്? നെഗറ്റീവ്സിലേക്ക് മാത്രം നോക്കുന്നത് എന്തിനാണ്? നമുക്ക് ഈശ്വരൻ ഒത്തിരി കഴിവുകൾ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? രണ്ടു പേരും ഒരേപോലെ പഠിച്ച് വളർന്ന ഒരേ പൊസിഷനിലുള്ള ആളുകൾ ഒരേ നെഗറ്റീവ് കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ ഒരാളുടെ ജീവിതം നേരെ താഴേക്ക് കൂപ്പുകുത്തിയപ്പോൾ മറ്റേയാളുടെ ജീവിതം റോക്കറ്റ് പോലെ ഉയരുകയാണ് ചെയ്തത്. അപ്പോ അവിടെ എന്തിലാണ് വ്യത്യാസം? നമ്മുടെ കാഴ്ചപ്പാടില്, നമ്മുടെ ചിന്താഗതിയില്, നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലാണ് വ്യത്യാസം. അവിടെ പല ആളുകളുടെയും മാനസിക ക്ഷീണത്തിന്റെ കാരണം ഒരു കാര്യമാണ്, അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുക. ഉദാഹരണത്തിന്, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവരെങ്ങനെ പെരുമാറുന്നു, കഴിഞ്ഞുപോയ കാര്യങ്ങള്, ഭാവിയിൽ എന്ത് സംഭവിക്കും, ഇവയൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. പക്ഷെ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാ? നിങ്ങളുടെ ചിന്തകള്, നിങ്ങളുടെ പ്രതികരണങ്ങള്, നിങ്ങളുടെ തീരുമാനങ്ങള്, നിങ്ങളുടെ ശീലങ്ങൾ. അത് ഈ കഥയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ജീവിതം മാറി തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്, ഇതിൽ എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? ഈ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെ തിരിച്ചു നൽകും. നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ചിലർ നിങ്ങളെ പിന്തുണയ്ക്കും, ചിലര് നിങ്ങളെ വിമർശിക്കും. ഇത് സ്വാഭാവികമാണ്. അപ്പൊ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങളെ വിമർശിക്കുന്ന എല്ലാവരും ശരിയല്ല, നിങ്ങളെ പ്രശംസിക്കുന്ന എല്ലാവരും ശരിയല്ല. അതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നിങ്ങളുടെ മൂല്യത്തിന്റെ അളവുകോലാക്കി എടുക്കരുത്. ഒരു വിമാനം ഉയരത്തിൽ പറക്കുമ്പോൾ താഴെയുള്ള ശബ്ദങ്ങൾ കുറയും. നിങ്ങളും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അനാവശ്യ ശബ്ദങ്ങൾ കുറയും. ചിലപ്പോൾ ഏറ്റവും ശക്തമായ പ്രതികരണം പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ജീവിതത്തിലെ ഏറ്റവും വിജയകരമായ ആളുകൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്തവരല്ല. അവര് പരാജയത്തിന് ശേഷം വീണ്ടും ശ്രമിച്ചവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എന്താ ചെയ്യാ? അവൻ വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും വീഴും, വീണ്ടും എഴുന്നേൽക്കും. പക്ഷെ അവൻ ഒരിക്കലും പറയില്ല, എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ നടക്കാൻ പറ്റാത്ത ആളാണെന്ന് പറയൂ. അവനിങ്ങനെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതവും അതുപോലെയാണ്.
ഒരു പരാജയം നിങ്ങളെ പരാജിതനാക്കുന്നില്ല. ഒരു തെറ്റ് നിങ്ങളെ മോശം വ്യക്തിയുമാക്കുന്നില്ല. ഒരു നിരാകരണം നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കാൻ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങൾ കൂടുതൽ ശക്തനാവുകയാണ്, അല്ലെങ്കിൽ ശക്തയാവുകയാണ്. ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ ദിവസേനയുള്ള ശീലങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇമോഷണലി സ്ട്രോങ് ആയ ആളുകൾക്ക് ചില പൊതുവായ ശീലങ്ങളുണ്ട്. ഒന്ന്, അവർ സ്വയം ബഹുമാനിക്കുന്നു. 2, അവരെ ആരോഗ്യകരമായ അതിരുകൾ നിശ്ചയിക്കുന്നു. 3, അവർ എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായി എടുക്കുന്നില്ല. 4, അവർ നന്ദിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 5, അവർ പ്രശ്നങ്ങളിലല്ല പരിഹാരങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. 6, അവർ സഹായം ചോദിക്കാൻ മടിക്കുന്നില്ല. 7, അവർ സ്വയം വളരാൻ സമയം ചെലവഴിക്കുന്നു. ഈ ശീലങ്ങളാണ് മനസ്സിന്റെ വലിയ ശക്തി നിർമ്മിക്കുന്നത്. ഇനി ഇമോഷണലി സ്ട്രോങ് ആയ ആളുകളുടെ 7 പ്രധാന സ്വഭാവങ്ങൾ എങ്ങനെയാണെന്ന് നാം പറഞ്ഞുതരാം. അവർ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാറില്ല. അതായത് എല്ലാ യുദ്ധങ്ങളും പോരാടേണ്ടതില്ല എന്ന് അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. 2, അവർ പരാജയത്തെ ഭയപ്പെടുന്നില്ല. പരാജയം അവരുടെ അധ്യാപകനാണ്. ഓരോ പരാജയത്തിലും അവർ പുതിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3, അവർ സ്വന്തം മൂല്യം അറിയുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ആത്മാഭിമാനത്തെ നിയന്ത്രിക്കില്ല. അവർക്ക് അവരുടെ വില നന്നായിട്ട് അറിയാം. 4, അവർ മാറ്റത്തെ സ്വീകരിക്കുന്നു. മാറ്റം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അവരറിയുന്നു. അപ്പോൾ അവർക്ക് മാറാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവരെ ചേഞ്ചിനെ വളരെയധികം പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നു. 5, അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. മറ്റുള്ളവരെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം അവർ കളയാറില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഇരുന്നിട്ട് നമുക്ക് എന്താണ് പ്രയോജനം? അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. അവർ നന്ദിയുള്ളവരാണ്. ഇതാണ് 6ാമത്തെ കാര്യം. പ്രശ്നങ്ങൾക്കിടയിലും അനുഗ്രഹങ്ങൾ കാണാൻ അവർ പഠിച്ചിട്ടുണ്ട്. എന്തിനും ഏതിനും, ഈവൻ അവർക്കൊരു പരാജയം ഉണ്ടായാൽ അതിൽ നിന്ന് പഠിക്കാൻ പറ്റിയ പാഠത്തിനും അവർ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. 7, അവര് പ്രതീക്ഷ കൈവിടുന്നില്ല. ജീവിതം എത്ര കഠിനമായാലും അവർ വിശ്വസിക്കുന്നു ഇതും കടന്നു പോകുമെന്ന്. അപ്പോൾ ഇതും കടന്നു പോകുമെന്നുള്ള പ്രതീക്ഷ അവരൊരിക്കലും കൈവിടാറില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഒരു പേപ്പർ എടുക്കണം. എന്നിട്ട് നിങ്ങൾ ഈ ചോദ്യം എഴുതണം. എനിക്ക് കൂടുതൽ ശക്തനാകാൻ ഇനി എന്ത് മാറ്റം വേണം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ എഴുതിയിട്ട് അതിന് താഴെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. അതിനുശേഷം ഒരു തീരുമാനമെടുക്കണം. അടുത്ത 30 ദിവസത്തേക്ക് അതിലൊരു കാര്യം സ്ഥിരമായിട്ട് ഞാൻ പരിശീലിക്കുമെന്ന്. കാരണം ഇമോഷണൽ സ്ട്രെങ്ത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല, അത് ദിവസേന നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ 1 മാസം നിങ്ങളത് ശീലിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് മാറും. പിന്നെ അടുത്ത 1 മാസത്തേക്ക് നിങ്ങൾ അടുത്ത കാര്യം നടപ്പിലാക്കണം. അങ്ങനെ 3 മാസം കൊണ്ട് ആ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കണം. ഇന്ന് ഈ വീഡിയോയുടെ അവസാനം എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചാൽ മതി. ശക്തരായ ആളുകൾക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ജീവിതം നിങ്ങളെ പരീക്ഷിച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളെ താഴെയിടുകയും ചെയ്യാം. പക്ഷെ ഓരോ തവണയും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ മുമ്പത്തേക്കാൾ ശക്തനാകുന്നു. അപ്പൊ ഓർക്കുക, നിങ്ങൾ നേരിട്ട എല്ലാ കഠിന ദിവസങ്ങളും നിങ്ങളെ തകർക്കാനല്ല വന്നത്, നിങ്ങളെ ശക്തനാക്കാനാണ് വന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതിലും കൂടുതൽ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ കഴിവുള്ളവളാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കണ്ടെത്താനുള്ള ഒരുപാട് ശക്തിയുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ശക്തരായിരിക്കുക, പ്രതീക്ഷ കൈവിടരുത്, മുന്നോട്ട് നീങ്ങുക. കൊടുങ്കാറ്റിനെ തടയാൻ ആർക്കും കഴിയില്ല, പക്ഷെ കൊടുങ്കാറ്റിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വൃക്ഷമാകാൻ നിങ്ങൾക്ക് കഴിയും. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.